സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഒരു ദിവസം കൂടെ നമ്മുടെ ആയുസ്സിൽ ദൈവം നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നാം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാനും ബാധ്യസ്ഥരാണ്. വാസ്തവത്തിൽ പക്ഷിമൃഗാദികൾക്ക് ഈ ഒരു തിരിച്ചറിവില്ല എങ്കിൽ പോലും ദൈവത്തെ അവർ അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തിരുവെഴുത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിന് തെളിവുകൾ നാം കാണുന്നുണ്ട്. നോഹയുടെ പെട്ടകം തന്നെ എടുക്കുക. അവിടെ ദൈവം കൽപ്പിച്ചതനുസരിച്ച് പക്ഷിമൃഗാദികൾ ആ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചതായി നാം വായിക്കുന്നു. അതിരാവിലെ സമയം എല്ലാ പക്ഷികളും വളരെ വലിയ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം. ഒരു പക്ഷേ ആ പക്ഷികളെല്ലാം അവയുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുകയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് നന്ദി പറയുവാനും എത്രമാത്രം വലിയ കടപ്പാട് നമുക്കുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉപകാരങ്ങളും നന്മകളും ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. ഓരോ ദിവസവും നാം പരിശോധിച്ചാൽ എണ്ണമറ്റ ഉപകാരങ്ങൾ ദൈവം നമുക്ക് നൽകി തരുന്നു എന്നുള്ളത് നാം മറക്കരുതാത്ത ഒരു കാര്യമാണ്. 116 സങ്കീർത്തനം 12, 13 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്താണ് അവിടുത്തേക്ക് പകരം കൊടുക്കുക? ദൈവത്തിന് പകരം കൊടുക്കുവാനായി മനുഷ്യന് എന്താണ് കയ്യിലുള്ളത്? നമുക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യർക്കാണെങ്കിൽ അവർ ചെയ്ത ഉപകാരത്തിന് തുല്യമായ ഉപകാരം തിരികെ ചെയ്യുവാൻ നമുക്ക് സാധിച്ചെന്നിരിക്കും. പക്ഷേ ദൈവം നമുക്ക് ഉപകാരം ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് എന്താണ് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുക? ഭൂമിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ദൈവം ചെയ്ത ഉപകാരത്തിന് മറുപടിയായി ഒന്നും ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് യഥാർത്ഥമായ ഒരു വസ്തുതയാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് പകരം കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും വസ്തുവകകൾ കൊണ്ടല്ല, എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ അവന് നന്ദി അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരത്തിന് പകരമായി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒന്നും ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് 34 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 116 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നത്രേ. എന്താണ് രക്ഷയുടെ പാനപാത്രം? നമുക്കറിയാം, ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്നുള്ളതാണ്. നാം ജനിച്ചു വീണത് പാപിയായിട്ടാണ്. ആദാമ്യ വർഗത്തിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരും പാപികളായി ജനിച്ചു വീഴുന്നു. ആ പാപാവസ്ഥയിൽ അവൻ ജീവിക്കുകയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്താൽ അവൻ്റെ ആത്മാവ് പാപത്തിൻ്റെ ശമ്പളമായ നിത്യമായ മരണത്തിനു വേണ്ടി വിധിക്കപ്പെടുന്നു, നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവിടുന്ന് ദൈവമായിരുന്നു, മനുഷ്യനായി താണലോകത്തിലേക്ക് വന്നു. പാപികളായ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ പരിപാവനമായ രക്തം ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ചു. ആ കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. തന്നിൽ വിശ്വസിക്കുന്ന ശുദ്ധിമാന്മാരെ ചേർക്കുവാൻ അവിടുന്ന് വേഗം വരുന്നു. ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. അങ്ങനെ പാപക്ഷമ പ്രാപിച്ച ദൈവമക്കൾ നിത്യ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരും. താങ്കൾ ഇതുവരെയും ഈ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശിയായി തീരുവാനും സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാനും ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഉഷസ്സിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ദൈവിക ശബ്ദത്തിന്റെ മാറ്റൊലിയുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. എനിക്കൊരു ജീവിതം തന്ന ദൈവമേ,
പ്രേമകാന്തൻ നീയല്ലയോ. എനിക്കൊരു ജീവിതം തന്ന ദൈവമേ, എൻ പ്രേമകാന്തൻ നീയല്ലയോ. രക്ഷയുടെ പാനപാത്രം ഇക്ഷിതിയിലെടുത്തു, സ്തോത്രഗീതം പാടി നിന്നെ വാഴ്ത്തിടും ഞാൻ. രക്ഷയുടെ പാനപാത്രം ഇക്ഷിതിയിലെടുത്തു, സ്തോത്രഗീതം പാടി നിന്നെ വാഴ്ത്തിടും ഞാൻ. എനിക്കൊരു ജീവിതം തന്ന ദൈവമേ, എൻ പ്രേമകാന്തൻ നീയല്ലയോ. എനിക്കൊരു ജീവിതം തന്ന ദൈവമേ, എൻ പ്രേമകാന്തൻ നീയല്ല.